സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശരസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ നമ്മൾ കണ്ടത് മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരമുണ്ടായി. അഹങ്കാരം മൂന്നായിട്ട് പിരിഞ്ഞു: സാത്വികൻ, രാജസം, താമസം, അല്ലെങ്കിൽ വൈകാരികം, തൈജസം, താമസം. അതിൽ നിന്ന് ത്രിഗുണങ്ങളിൽ നിന്ന് ഇന്ദ്രിയമാനിനോ ദേവാനകൃത, ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ ഉണ്ടായി. സാത്വികത്തിൽ നിന്ന് ദേവന്മാർ ഉണ്ടായി എന്ന് പറഞ്ഞു. ശ്രോത്രം, തൊക്ക്, അതായത് കണ്ണ, മൂക്ക, തൊക്ക, നാക്ക്, ചെവി, അതിൻ്റെ ദേവതയായിട്ടുള്ള ദിക്ക, വായു, അർക്കൻ, വരുണൻ, അശ്വിനി ദേവതകൾ. കർമ്മേന്ദ്രിയങ്ങൾ കയ്യ്, കാല്, വാക്ക്, വായു, വ്യവസ്ഥ, അതിൻ്റേതായിട്ടുള്ള അഗ്നി, ഇന്ദ്രൻ, അച്യുതൻ, മിത്രൻ, പ്രജാപതി. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, അതിൻ്റെ ദേവതയായിട്ടുള്ള ചന്ദ്രൻ, ബ്രഹ്മാവ്, രുദ്രൻ, ക്ഷേത്രജ്ഞൻ. ഈ മൂന്ന് കാര്യങ്ങൾ സാത്വിക അഹങ്കാരത്തിൽ നിന്ന് പറഞ്ഞു. രാജസാഹങ്കാരത്തിൽ നിന്ന് ഉണ്ടായത് സാത്വിക അഹങ്കാരം തന്നെയാണ്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നത് ഉണ്ടായത്. കർമ്മേന്ദ്രിയങ്ങളുടെ സമൂഹം തൈജസത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നാണ്, രാജസത്തിൽ നിന്ന്. പിന്നെ താമസത്തിൽ നിന്ന് ശബ്ദവും ഉണ്ടായി. അപ്പോൾ എന്തൊക്കെയാണ്? സാത്വികത്തിൽ നിന്ന് മനസ്സ് ദേവതകൾ, രാജസത്തിൽ നിന്ന് കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, താമസത്തിൽ നിന്ന് തന്മാത്രകളായിട്ടുണ്ടായി. നമ്മുടെ തന്മാത്ര നഭസോ മരുപുരപതേ ശബ്ദോ ജനി തദ്ബലാത്തിന് താമസാംശാത് പുന, താമസത്തിൽ നിന്ന് ശബ്ദം ഉണ്ടായി എന്ന് പറഞ്ഞാണ് വെച്ചത്. രാജസത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും സാത്വികത്തിൽ നിന്ന് അന്ധക്കരണം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഉണ്ടായി. സാത്വികം, രാജസം, താമസം മൂന്നെണ്ണം. മാനസ, ബുദ്ധി, അഹങ്കൃതമില്ല ചിത്തം എന്ന് പറയുന്നത് സാത്വികവും. തൈജസത്തിന് ദശേന്ദ്രിയ ഗണങ്ങളും, തൈജസം പറഞ്ഞ രാജസം. താമസത്തിൽ ശബ്ദവും ഉണ്ടായി. ആ മൂന്ന് ക്രമം പ്രത്യേകം ഓർക്കാനാണ് ആവർത്തിക്കുന്നത്. ഇനി ശബ്ദത്തിൽ നിന്ന് അവിടുന്ന് അങ്ങോട്ടുള്ള സംഭവമാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. ശബ്ദം കഴിഞ്ഞു, അവിടുന്ന് അങ്ങോട്ട് എന്താണ് ഉണ്ടാവുന്നത്? ശ്ലോകം: ശബ്ദാദ്യോമ തതസ്തതഇദ വിഭോ സ്പർശം തതോ മാരുതം തത്മാരൂപമതോ മഹോതചരസം തോയം ജഗന്ധം മഹിം ഏവം മാധവ പൂർവകലനാദ്യാദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിവം ത്വമേവ ഭഗവൻ പ്രകാശയത്താമസാത്. താമസാത് സാത്വികവും രാജസവും പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഇന്ദ്രിയങ്ങളും പിന്നെ അന്ധക്കരണവും. സാത്വികത്തിന് അന്ധക്കരണങ്ങൾ, രാജസത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ. താമസാത്, ഈ ശ്ലോകത്തിൽ താമസത്തിൽ നിന്ന് കാര്യമാണ് പറയുന്നത് എന്ന് അവസാന താമസാത് എന്ന് പറഞ്ഞത് ശരിക്കും ആദ്യം എടുക്കണമെന്നല്ലേ. താമസത്തിൽ നിന്നും ഉണ്ടായത് ശബ്ദം. ശബ്ദാത് ശബ്ദമുണ്ടായി. ആ ശബ്ദത്തിൽ നിന്ന് ആകാശമുണ്ടായി. ശബ്ദത്തിൽ നിന്ന് ആകാശമുണ്ടായി. അതിൽ നിന്ന് സ്പർശമുണ്ടായി. തതോ വിഭോ സ്പർശം തതോ മാരുതം, അതിൽ നിന്ന് വായു ഉണ്ടായി. മാരുതം എന്ന് പറയുന്ന വായു. അതിൽ നിന്ന് രൂപം, തസ്മാത് രൂപം. അതോ മഹോദര രസം, ആ രസത്തിൽ നിന്ന് തോയം വെള്ളം, വെള്ളത്തിൽ നിന്ന് ഗന്ധം, ഗന്ധത്തിൽ നിന്ന് ഭൂമി എന്ന ക്രമത്തിലാണ് ഉണ്ടായത്. ഇതിലിപ്പോൾ എളുപ്പം ഞാൻ പറയുകയാണ് വെച്ചാൽ ഒരു പേനയും പെൻസിലും ഒരു പേപ്പറും എടുക്കുക തന്നെ വേഗം മനസ്സിലാവാൻ. അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ട് അത് പറഞ്ഞാൽ നിൽക്കില്ല, എടുത്തുണ്ടാവുമെന്ന് വിചാരിക്കണു. ഒരു സൈഡിൽ താഴെയായിട്ട് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നെഴുതുക. എന്തൊക്കെ എഴുതിയത്? താഴെ ഇടത് വശത്ത് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധമൊക്കെ രണ്ടക്ഷരങ്ങളിൽ എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് എഴുതാൻ പറഞ്ഞത്. ഒരുപാടൊന്നും എസ് എഴുതല്ല. ശബ്ദം,
സ്പർശം, രൂപം, രസം, ഗന്ധം. ഇവയെ മുകളിൽ ഹെഡിങ് ആയിട്ട് കൊടുക്കാൻ വേണമെങ്കിൽ സൂക്ഷ്മ തന്മാത്രകൾ എന്ന് കൊടുത്താലും മതി. ഇവയാണ് നമ്മൾ തന്മാത്രകൾ എന്ന് പറയുന്നത്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. അതിൻ്റെ റൈറ്റ് സൈഡിൽ എഴുതുക സ്ഥൂലഭൂതങ്ങൾ അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങൾ. ഹെഡിങ് കൊടുത്തിട്ട്, ഹെഡിങ്ങാണ് പഞ്ചഭൂതങ്ങൾ. ശബ്ദത്തിൻ്റെ ഡാഷ് കൊടുക്കുക ആകാശം. വളരെ വേഗം കഴിയും കാര്യം, അതുകൊണ്ടാണ് എഴുതാൻ പറയുന്നത്. സ്പർശത്തിൽ നിന്നോ വായു വായു, സ്പർശത്തിൻ്റെ നേരെ വായു എന്ന് എഴുതുക. രൂപത്തിൻ്റെ നേരെ അഗ്നി എന്ന് എഴുതുക. രസത്തിൻ്റെ നേരെ ഗന്ധം എന്ന് എഴുതുക. ഗന്ധത്തിൻ്റെ നേരെ ഭൂമി എന്നും എഴുതുക. ഒരു വ്യത്യാസം കേട്ടോ. ആകാശം, വായു, അഗ്നി. സ്പർശത്തിൽ നിന്ന് വായു, രൂപത്തിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് രസം, രസത്തിൽ നിന്ന് ഗന്ധം, ഗന്ധത്തിൽ നിന്ന് ഭൂമി. ആകാശം, വായു, അഗ്നി, ജലം ആണ് കേട്ടോ, ഗന്ധമല്ല. അവിടെ ജലമാണ്. ജലം, ഭൂമി. പഞ്ചഭൂതങ്ങൾ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ജലം, ഭൂമി, പഞ്ചഭൂതങ്ങൾ അങ്ങനെയായിട്ടാണ് വരിക. ഇനി ഈ ക്രമത്തിൽ നമ്മൾ പറയുകയാണ്. ശബ്ദം എന്നാണല്ലോ പറഞ്ഞു വെച്ചത്. അതിൽ നിന്നുണ്ടായത് എന്താണ്? എളുപ്പമായി ആകാശം. ഒരേ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു റൈറ്റ് സൈഡ് ഉണ്ടായി. ആ റൈറ്റ് സൈഡിൽ നിന്ന് പിന്നെ ഉണ്ടാവുന്നത് എന്താ? അടുത്ത ലെഫ്റ്റ് സൈഡാണ്. ആകാശത്തു നിന്ന് എന്തുണ്ടായി? സ്പർശം ഉണ്ടായി. ആ സ്പർശത്തിൽ നിന്ന് എന്തുണ്ടായി? വായു ഉണ്ടായി. ആ വായു എന്ന് അപ്പം എന്താ ഉണ്ടാവുക? നിങ്ങൾക്കേ പറയാൻ പറ്റും. രൂപം. രൂപത്തിൽ നിന്ന് എന്താ ഉണ്ടാവുക? അതും പറയാൻ പറ്റും. ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല. അഗ്നി. അഗ്നിയിൽ നിന്ന് എന്തുണ്ടായി? രസം. രസത്തിൽ നിന്ന് എന്തുണ്ടായി? വെള്ളം, തോയം. രൂപത്തിന് അഗ്നിയായി, അഗ്നിയിൽ നിന്ന് ജലം. അവിടെ ഗന്ധം എന്നാണ് ഞാൻ തെറ്റിപ്പറഞ്ഞത്. ഗന്ധമല്ല, ജലമാണ്. ജലം. ജലത്തിൽ നിന്നോ ഗന്ധം. ഗന്ധത്തിൽ നിന്ന് ഭൂമിയുണ്ടായി. ഇതാണ് സൃഷ്ടിയുടെ ക്രമം. ഇതിൽ കൂടുതലൊന്നും പറയാനുമില്ല. ഇങ്ങനെയാണ് എഴുതാൻ പറഞ്ഞത്. എളുപ്പം മനസ്സിലാവാം. ഒരുപാട് പറഞ്ഞാൽ മനസ്സിൽ നിൽക്കില്ല. ഒറ്റ പ്രാവശ്യം എഴുതിയാൽ ഒക്കെ മനസ്സിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറയാം. ആദ്യം ഉണ്ടായ ശബ്ദം ഉണ്ടായി, അതിന്ന് ആകാശം ഉണ്ടായി. ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു റൈറ്റ് സൈഡിലത്തെ സംഗതി ഉണ്ടായി. അതിൽ നിന്ന് വീണ്ടും ലെഫ്റ്റ് സൈഡാണ് ഉണ്ടാവുന്നത്. ആകാശത്ത് നിന്ന് സ്പർശം ഉണ്ടായി. സ്പർശത്തിൽ നിന്ന് വായു ഉണ്ടായി. വായുവിൽ നിന്നോ രൂപം ഉണ്ടായി. രൂപത്തിൽ നിന്ന് അഗ്നി ഉണ്ടായി. അഗ്നിയിൽ നിന്ന് രസം ഉണ്ടായി. രസത്തിൽ നിന്ന് ജലം ഉണ്ടായിട്ട്, അവിടെ ഗന്ധം എന്ന് ഞാൻ പറഞ്ഞു, ജലമാണ്. ജലം. ജലം പഞ്ചഭൂതങ്ങളിലത്തെ ഒന്നാണല്ലോ ജലം. ജലത്തിൽ നിന്ന് ഗന്ധവും, ഗന്ധത്തിൽ നിന്ന് ഭൂമി. ഇത്രയേ ഉള്ളൂ. ശ്ലോകത്തിൻ്റെ അർത്ഥം കഴിഞ്ഞു. അപ്പോൾ ഈ ഇടത്ത് സൈഡിൽ നമ്മൾ എഴുതിയ ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധങ്ങൾ എന്നുള്ളതിനെ സ്വതുവേ തന്മാത്രകൾ എന്നാണ് പറയുക. വിസ്തരിച്ച് പറഞ്ഞാൽ സൂക്ഷ്മ തന്മാത്രകൾ എന്ന് പറയും. കാണാൻ പറ്റില്ല അത് അധികവും. ശബ്ദം കാണാൻ പറ്റുമോ? കാണാനും പറ്റില്ല, തൊട്ടറിയാനും പറ്റില്ല. കേട്ടറിയാനേ പറ്റൂ. കേട്ടറിയാം, അല്ലാതെ ശബ്ദത്തിനെ അറിയാൻ പറ്റില്ല. അതിനാണ് ശബ്ദം. സ്പർശം അതും ഒരു തൊട്ടറിവാണ്. ശരിക്ക് കാണാൻ പറ്റില്ല. അതിൽ തണുപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അനുഭവിക്കാം. അയ്യോ നല്ല തണുപ്പുണ്ടല്ലോ, അല്ലെങ്കിൽ ചായ തണുത്തു. ഇതൊന്നും കാണാൻ പറ്റാത്തതാണെന്ന് കാണാം. രൂപം മാത്രമാണ് നമുക്ക് ആകൃതി കണ്ട് മനസ്സിലാക്കാൻ പറ്റുക. രസം കാണാൻ പറ്റുമോ? നല്ല പുളി ഞാൻ കണ്ടു, അല്ലെങ്കിൽ കയ്പ്പ് ഞാൻ കണ്ടു എന്ന് പറയാൻ പറ്റില്ല. അത് അനുഭവമാണ്. കയ്പ്പ് ബ്രഹ്മത്തിനെ പോലെയാണ്. ഗന്ധത്തിനെ കണ്ടവരും ഇല്ല. ദുർഗന്ധം അനുഭവിച്ചവരുണ്ടാവും, സുഗന്ധം അനുഭവിച്ചവരുണ്ടാവും. ഗന്ധത്തിനെ കാണാൻ പറ്റില്ല. രൂപം മാത്രമാണ് ഈ ഇതിൽ കാണാൻ പറ്റുന്നത്. കാരണം അത് ആകൃതിയാണ് സത്യത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ബാക്കി നാലും നമുക്ക് കാണാൻ പറ്റാത്തതാണ്. ശബ്ദത്തിനെ കേട്ടറിയാം, സ്പർശത്തെ തൊട്ടറിയാം, രസത്തെയോ നാവുകൊണ്ടറിയാം, ഗന്ധത്തെ മൂക്കുകൊണ്ടറിയാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ
ശബ്ദമുണ്ടായി. ആ ശബ്ദത്തിൽ നിന്നാണ് ആകാശം, ആകാശത്തിൽ നിന്നാണ് സ്പർശം, സ്പർശത്തിൽ നിന്നാണ് വായു, വായുവിൽ നിന്നാണ് രൂപം, രൂപത്തിൽ നിന്നാണ് അഗ്നി, അഗ്നിയിൽ നിന്ന് രസം, രസത്തിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ഗന്ധം, ഗന്ധത്തിൽ നിന്ന് ഭൂമി. ഇതാണ് ഉണ്ടായതായിട്ടുള്ള വിധം എന്ന് ശ്ലോകത്തിൽ പറഞ്ഞത്. പുസ്തകം കഴിയുന്ന ശ്ലോകം നോക്കാം. ശബ്ദാത് വ്യോമ ഉണ്ടോ? വ്യോമം എന്ന് പറഞ്ഞാൽ ആകാശം. തതസ്തത് വിഭോ സ്പർശം, സ്പർശായി. തതോ മാരുതം, വായുവായി. തസ്മാത് രൂപം, രൂപമായി. അഹോതച രസം, രസം. അഗ്നി അല്ലേ, സ്പർശൻ രൂപമതോ മഹോർജരസം. തോയം ഗന്ധം മഹി, മഹി എന്ന് പറഞ്ഞാൽ ഭൂമി. ഗന്ധം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഗന്ധത്തിൽ നിന്ന് ഭൂമി ഉണ്ടായി. തസ്മാത് രൂപം അതോ മഹോദചരസം, അതിൽ നിന്ന് തോയം, ഗന്ധം മഹീം, തോയം വെള്ളമാണ്. തോയം ച ഗന്ധം മഹീം. ഈ വാക്കുകളുടെ അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ഒരു ചാർട്ട് കൊണ്ട് നമുക്കതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാവും. ഇവിടെ അർത്ഥം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. മാരുതം എന്ന് പറഞ്ഞാൽ വായു, രൂപം നമുക്കറിയാം തന്മാത്ര, രസം തന്മാത്ര, തോയം പഞ്ചഭൂതം തന്മാത്രയല്ല. തോയം എന്ന് പറഞ്ഞാൽ വെള്ളം, ഇത് പഞ്ചഭൂതമാണ്. പഞ്ചഭൂതം വേറെ, അതാണ് ഇടത്തുപുറത്ത് എഴുതാൻ പറഞ്ഞത്. ഒക്കെ തന്മാത്ര, വലത്തുപുറത്ത് എഴുതി ഇതൊക്കെ പഞ്ചഭൂതം. രണ്ടും രണ്ടായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കുണ്ട്. ഒന്നൊന്ന് മറ്റത് ഇങ്ങനെ ഉണ്ടായി എന്ന് പഠിച്ചവർ അത് എന്തൊക്കെയാണ് തന്മാത്രകൾ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എന്തൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. രണ്ട് കാറ്റഗറി ഉണ്ട്. അങ്ങനെ ആക്കി മനസ്സിലാവുമ്പോഴേ ശരിക്കും മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഒരു നിന്ന് മറ്റൊന്നും ഇങ്ങനെ കാണാപ്പാടം പോലെ ആവുള്ളൂ. അതുകൊണ്ടാണ് തന്മാത്രകൾ ഏവ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഇവ എന്ത് പഞ്ചഭൂതം. എന്നിട്ട് ഒരു തന്മാത്രയിൽ നിന്ന് മറ്റേ പഞ്ചഭൂതം ഉണ്ടായി, ആ പഞ്ചഭൂതത്തിൽ നിന്ന് അടുത്ത തന്മാത്ര ഉണ്ടായി, ആ തന്മാത്രയിൽ നിന്ന് അടുത്ത പഞ്ചഭൂതം, ആ പഞ്ചഭൂതത്തിന് അടുത്ത തന്മാത്ര എന്ന ക്രമത്തിലാണ് ഉണ്ടാവുന്നത്. ഗന്ധം, ഗന്ധം തന്നെ. മഹി എന്ന് പറഞ്ഞാൽ ഭൂമി, അർത്ഥമാണ് അറിയേണ്ടത്. മഹി എന്ന് പറഞ്ഞാൽ ഭൂമി. കഴിഞ്ഞു. ഇങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്ന് എന്ന ക്രമം. സൂക്ഷ്മ തന്മാത്രയിൽ നിന്ന് പഞ്ചഭൂതം, ആ പഞ്ചഭൂതത്തിൽ നിന്ന് അടുത്ത സൂക്ഷ്മ തന്മാത്ര, ആ സൂക്ഷ്മ തന്മാത്രയിൽ നിന്ന് അടുത്ത പഞ്ചഭൂതം എന്ന ക്രമത്തിൽ ശബ്ദാത് വ്യോമ തതോ സ്പർശം തതോ മാരുതം വായു. തസ്മാത് രൂപം, അതിൽ നിന്ന് രൂപം. അതോ മഹോദച രസം, പിന്നെ രസം, രസത്തിൽ നിന്ന് വെള്ളം. തോയം ച ഗന്ധം മഹീം. ഇത് മനസ്സിലാക്കി ആ ശ്ലോകത്തിൻ്റെ മുഴുവൻ അർത്ഥമായി കഴിഞ്ഞു. ഇനി എന്തേ വേണ്ടു? ഏവം മാധവ പൂർവ കലനാദ്യ ധർമ്മനിതം. 3 ദ ഉണ്ട് കേട്ടോ. ഒന്നെങ്ങനെ വന്നത്? പൂർവകലനാത്, മുമ്പേ ഉള്ള കലർപ്പിൽ നിന്ന്, മുമ്പേ ഉള്ള കലർപ്പിൽ നിന്ന്, മുമ്പേ എന്നല്ല മുമ്പേ ഉള്ള കലർപ്പ്, അതിൽ നിന്ന്. അതാണ് കൽപ്പനാത് ആദ്യ. അപ്പോൾ ഒരു ഇത എന്ന് പറഞ്ഞാൽ കൽപ്പനാത് ആ, കൽപ്പനാദാദ്യ, പിന്നൊരുത്ത ദ്യ, പിന്നെ ആദ്യത്തെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയണത് പോലെ. അങ്ങനെ കൽപ്പനാദ്യ ധർമാന്വിതം ഭൂതഗ്രാമമിമം, പഞ്ചഭൂതങ്ങളുടെ കൂട്ടം. ഭൂതം എന്ന് പറഞ്ഞാൽ അവിടെ പഞ്ചഭൂതമാണ്. ഭൂതം പലതും ഉണ്ടല്ലോ. പഞ്ചഭൂതങ്ങളുടെ ഗ്രാമം എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടം. ഗ്രാമം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ കൂട്ടം എന്നാണ് അർത്ഥം, വില്ലേജ് അല്ല, അത് വേറെ. ഇവിടുത്തെ ഗ്രാമം കൂട്ടം, ഭൂതഗ്രാമം പഞ്ചഭൂതങ്ങളുടെ കൂട്ടം, സഞ്ചയം സമൂഹം എന്നർത്ഥം. ഭൂതഗ്രാമമിതം ത്വമേവ ഭഗവൻ പ്രാകാശയത. ഇതൊക്കെ ആരാ ഉണ്ടാക്കി തീർത്ത്? നിന്തിരുവടി. അല്ലാണ്ട് ആരാ അതിനൊക്കെ പ്രേരക ശക്തിയായിട്ട് നിൽക്കുന്നത്? അല്ലോണ്ട് സർവേശ്വര പ്രാകാശയ ത്വാം അസാത്, അങ്ങ് തന്നെ ഇതെല്ലാം ഘടിപ്പിച്ചു. ഇപ്പോൾ ഭഗവാന്റെ ആ ഘടനാവൈഭവം ആലോചിച്ചാൽ ഏത് എഞ്ചിനീയർക്ക് തുല്യമായിട്ടാവുക ആലോചിച്ച് നോക്കിയാൽ പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഉണ്ടായി ഭഗവാനെ അവിടുന്ന് തന്നെ താമസാഹങ്കാരത്തിൽ നിന്ന് ഇതെല്ലാം പ്രകാശിപ്പിച്ചു. പ്രാകാശയത മീൻസ് പ്രകാശിപ്പിച്ചു. പ്രാകാശയ താമസാത്, പ്രാകാശയ താമസാത്, താമസ ഗുണത്തിൽ നിന്നാണ് ഇത് ഉണ്ടായത്. അപ്പോൾ സാത്വികത്തിൽ നിന്നോ മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞ അന്ധക്കരണം, ബുദ്ധ്യഹംഗതമിള ചിത്താക്യം അന്വിതം തച്ചാന്തക്കരണം സാത്വികത്തിൽ നിന്ന്. രാജസത്തിൽ നിന്ന് ഉണ്ടായത് ദശേന്ദ്രിയ ഗണ 5+5
താമസത്തിൽ നിന്ന് ശബ്ദവും, ആ ശബ്ദത്തിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ശബ്ദാത് വ്യോമ ആകാശം, ആകാശത്തിന് സ്പർശം, സ്പർശം അതോ മാരുതം വായു, വായുവിൽ നിന്ന് രൂപം, തസ്മാത് രൂപം, അതിൽ നിന്ന് അഗ്നി, അഗ്നി, പിന്നെ എന്ന് രസം, ജലം, ഗന്ധം, ഭൂമി എന്ന രീതിയിൽ ഉണ്ടായി. തസ്മാത് രൂപമതോ രസം, ഗന്ധം, ഭൂമി എന്ന ക്രമത്തിൽ ഉണ്ടായി. അപ്പോൾ ശബ്ദം ഉണ്ടായി എന്ന് പറഞ്ഞു വെച്ചു. പിന്നെ അതിൽ നിന്ന് ബാക്കി പറഞ്ഞു വെച്ചതാണ് സൃഷ്ടി ഉണ്ടായത്. ഈ പഞ്ചഭൂതങ്ങൾ എന്താണ്, പഞ്ചതന്മാത്രകൾ എന്താണ് എന്ന് മനസ്സിലാക്കണം. അത്രയേ ഉള്ളൂ. അതാണ് അത് ലെഫ്റ്റിലേക്ക് എഴുതാൻ പറഞ്ഞത്. അങ്ങനെ അല്ലാണ്ട് അതൊരിക്കലും നമുക്ക് മനസ്സിലാവില്ല. ഭാഗവതത്തിൽ നമ്മൾ പറഞ്ഞ വിഷയമാണത്. തൃതീയ സ്കന്ധം അവിടെയൊക്കെ സൃഷ്ടിയെ വർണ്ണിക്കുമ്പോൾ പറഞ്ഞ വിഷയമാണത്. ഒന്നും കൂടി ആവർത്തിച്ചുകൊണ്ട് എന്ന് മാത്രം. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഇങ്ങനെ വേർതിരിച്ചെഴുതിയിട്ട് മാത്രം പറഞ്ഞാൽ തന്മാത്രകളും പഞ്ചഭൂതങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുള്ളൂ. അത് ശബ്ദം തന്മാത്രയാണോ, ആകാശം പഞ്ചഭൂതമാണോ, വായു ഇപ്പോൾ ഏതിൽ പെടും, ഈ സംശയം വരും. അന്നുണ്ട് ഞങ്ങൾക്കൊക്കെ, അതുകൊണ്ട് പറഞ്ഞാൽ അപ്പം അത് വരാൻ പാടില്ല. അതുകൊണ്ട് ഇത് എഴുതി വെക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് കേട്ടുകൊണ്ട് പഠിച്ചു മാത്രം മനസ്സിലാവില്ല, അത് റൈറ്റ് ചെയ്ത് പഠിക്കണം. പിന്നെ എളുപ്പമാണ്, ഇനി ഒന്നുമില്ല, മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കണക്ക് പോലെ ഒന്നുമില്ല. പക്ഷെ അല്ലാത്തവർക്കൊരു പുതുമക്കാർക്ക് വേണ്ടിയാണ് ഇത്രയും റിപ്പീറ്റ് ചെയ്യുക. അല്ലാത്തവർക്ക് ഈ റിപ്പീറ്റേഷൻ ബോർ തന്നെയാവും, ആവശ്യമില്ല. അത് തുടക്കക്കാർക്ക് ഇത് അറിയില്ല. അതുകൊണ്ട് പറഞ്ഞു മാത്രം. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇവയാണ് തന്മാത്രകൾ. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഇവയാണ് പഞ്ചഭൂതങ്ങൾ. ശബ്ദം ഇതൊക്കെ താമസത്തിൽ നിന്നാണ് ഉണ്ടായത്. രാജസത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ 5+5 സാത്വികത്തിന് അന്ധക്കരണം ഉണ്ടായി. ഉറയ്ക്കാൻ വേണ്ടി പിന്നെയും പറയണം. ഇതിൽ തന്നെ ഉണ്ടോ, വീണ്ടും വീണ്ടും പറയണം. നമ്മൾ വീണ്ടും പറയണം എന്തിനാ? ഉറയ്ക്കാൻ വേണ്ടി, സംശയം മാറാൻ വേണ്ടിയിട്ടാണ്. വെറുതെ ഭൂതഗ്രാമം, ഭൂതങ്ങളുടെ കൂട്ടം, പഞ്ചഭൂതങ്ങളുടെ കൂട്ടം. ത്വമേവ ഭഗവൻ, അങ്ങ് തന്നെ പ്രാകാശയത താമസാത്, താമസത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. ഇനി അടുത്ത ശ്ലോകത്തിൽ അതിൻ്റെ വിസ്താരങ്ങളെയൊക്കെ പറയുകയാണ്. ശബ്ദാത് വ്യോമ തതസ്തതദ് വിഭോ സ്പർശം തതോ മാരുതം തസ്മാത് രൂപമഥോ മഹോദജരസം തോയം ച ഗന്ധം മഹീം ഏമം മാധവ. പൂർവകലനാദ്യാദ്യാദ്യധർമാനിതം മുമ്പേ പറഞ്ഞതിൽ നിന്ന് മറ്റൊന്ന് എന്ന ക്രമത്തിലാണ്. പൂർവകലനാദ്യാദ്യ രണ്ടും ഒന്ന് തന്നെ. പൂർവ ആദ്യ രണ്ടും ഒന്ന് തന്നെയല്ലേ? പൂർവ്വം എന്ന് പറഞ്ഞാൽ മുമ്പത്തേത്, ആദ്യം എന്ന് പറഞ്ഞാൽ മുമ്പത്തെ. ഏവം മാധവ പൂർവകലനാദ്യാദ്യ രണ്ടും ഒന്ന് തന്നെ. ധർമാന്വിതം ഭൂതഗ്രാമം, പഞ്ചഭൂതങ്ങളുടെ കൂട്ടം. ത്വമേവ ഭഗവൻ പ്രാകാശയത്താമസാൻ, പ്രകാശിപ്പിച്ചു താമസത്തിൽ നിന്ന്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.